വലിയ മേമ്പൊടിയില്ലെങ്കിലും കണക്കുകൾ ബാക്കി വെച്ച ശീലം RCBക്കില്ല. സ്വന്തം മൈതാനത്ത് ചിന്നസ്വാമിയിൽ നാണം കെട്ട് തല താഴ്ത്തി RCB തങ്ങൾക്കായി പടർന്നു പന്തലിച്ച ആരാധകരോട് നീതി പുലർത്താതെ മടങ്ങി. മഴ പെയ്തു കുതിർന്ന മൈതാനത്തൊരിക്കലും കെട്ടടങ്ങാത്ത കനലൊളിപ്പിച്ച് പഞ്ചാബിനു മുന്നിൽ മുട്ടുമടക്കി. ദിനമൊന്ന് പിന്നിട്ട് എതിർപ്പാളയത്തിൽ അങ്കത്തട്ടൊരുങ്ങി. മുള്ളൻപൂരിലേക്ക് കണ്ണുകളത്രയും മധുരപ്രതികാരത്തിന്റെ നിമിഷങ്ങളെ കാത്തു. പ്രിയൻഷും പ്രഭ്സിമ്രാനും നൽകിയ ഉജ്ജ്വല തുടക്കത്തിനപ്പുറം RCB തുടങ്ങി. കൃണാലിലൂടെ കൂറ്റനടിക്കാരൻ പ്രിയൻഷിനെ 33 മടക്കി വല്ലാത്തൊരു തുടക്കം. ഷെപ്പേർഡിലൂടെ അയ്യരും മടങ്ങിയതോടെ RCB ആ കണക്ക് പുസ്തകത്തിന്റെ കെട്ടഴിച്ചു. ഗൂഗിളികൾ അഴിച്ചുവിട്ട സ്പിൻ കൊടുങ്കാറ്റിൽ കരുത്തുറ്റ പഞ്ചാബിന്റെ ബാറ്റിംഗ് നിര വിയർത്തതാണ്. ഒടുവിൽ ശശാങ്കും ജാൻസനും ചേർന്ന ചെറുത്തുനിൽപ്പാണ് 157-എത്തിച്ചതും. പതിവ് പോലെ സാൾട്ട് മടങ്ങി അവിടെ നിന്ന് RCB തുടങ്ങി. ഇമ്പാക്റ്റ് ആകണമെങ്കിൽ ഇങ്ങനെയാകണമെന്ന് കാണിച്ചത് ആ പടിക്കലാണ്. കോഹ്ലിയുടെ ക്ലാസും പടിക്കലിന്റെ വെടിക്കെട്ടും ഒരേ സമയം കണ്ടു തീർത്തത് അത്ര സുന്ദരമാണ്. ചേസിംഗിൽ പടച്ചുവിട്ടൊരു രാജാവിന്റെ എത്തിപ്പിടിക്കാനുള്ള പോരാട്ടം ഭൂതകാലത്തെ അന്വർത്ഥമാക്കും വിധം പഞ്ചാബിന്റെ പ്രതീക്ഷകളെയാണ് തകർത്തത്. കോഹ്ലിയുടെ 73 RCBയുടെ അടിത്തറ ഭദ്രമാക്കിയ ക്ലാസ് ഇന്നിംഗ്സ് ആണ്. പടിക്കലിന്റെ 61 വിമർശനങ്ങൾക്കുള്ള മറുപടിയും. വിക്കറ്റ് 7 ബാക്കി നിൽക്കെ അനായാസം ലക്ഷ്യം കടന്ന് പടിധാറിന്റെ RCBയുടെ മറുപടിയാണ്. തോൽവിയിൽ പതറാതെ ജയിച്ചുവരാൻ കഴിയുന്നവരാണ് ചരിത്രം തീർത്തതത്രയും. കടന്നുപോയ കാലമത്രയും തുടരുന്ന ശ്രമങ്ങളുടെ സുന്ദര പര്യവസാനത്തിനാണ് കാത്തിരിപ്പ്. കോഹ്ലിയുടെ RCB ആരാധകരുടെ കിരീടദാഹത്തിന് അറുതിയാകാൻ ക്രിക്കറ്റ് പ്രേമികളുടെ അടങ്ങാത്ത കാത്തിരിപ്പാണ്. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.